ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൻ സാമ്പത്തിക വർഷത്തിൽ കുതിച്ചുകയറി വിപണികൾ. ക്ലോസിംഗിൽ സെൻസെക്സ് 74,000 മുകളിലും നിഫ്റ്റി 22,000 മുകളിലും. ഓട്ടോ മേഖല ഒഴികെ മറ്റെല്ലാ മേഖലകളിലും നേട്ടമുണ്ടാക്കി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളും. പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറുന്നതിൽ വിശദീകരണവുമായി കേന്ദ്ര ധനമന്ത്രാലയം. ഇന്നു മുതൽ ആദായ നികുതി സ്ലാബുകൾ മാറുമെന്നത് തെറ്റായ വാർത്തയെന്ന് വിശദീകരണം. 2024-25 റിട്ടേൺ ഫയൽ ചെയ്യുന്നതുവരെ പുതിയ നികുതി സംവിധാനത്തിലേക്ക് മാറാനാകും. ധനമന്ത്രാലയത്തിന്റെ വിശദീകരണം ഏപ്രിൽ 1 മുതൽ നികുതി സ്ലാബുകൾ മാറുമെന്ന വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ. രാജ്യത്തെ ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഹൈബ്രിഡ് വാഹനങ്ങളുടെ GST കുറയ്ക്കുമെന്ന് പ്രഖ്യാപനം. രാജ്യത്ത് നിലവിലുള്ളത് 36 കോടി പെട്രോൾ ഡീസൽ വാഹനങ്ങൾ. ഹരിത നയം വരുന്നതോടെ രാജ്യത്തിന്റെ 16 ലക്ഷം കോടിയുടെ ഇന്ധന ഇറക്കുമതി ബില്ലിലും കുറവ് വരും. പാരാസെറ്റമോൾ അടക്കം നിരവധി അവശ്യ മരുന്നുകളുടെ വിലയിൽ നേരിയ വർധന. കോവിഡ് മരുന്നുകൾ, വൈറ്റമിനുകൾ, വേദനസംഹാരികൾ, ആന്റിവൈറൽ മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ എന്നിവയുടെ വില കൂടി. 2022 10%, 2023 12% വില കൂട്ടിയിരുന്നു. പുതുക്കിയ വില പുതിയ സ്റ്റോക്കിനാകും ബാധകമാവുക. മാർച്ച് മാസത്തിലെ GST വരുമാനത്തിൽ 11.5% വർധന രേഖപ്പെടുത്തിയത്. 1.78 ലക്ഷം കോടിയുടെ വരുമാനം. വാർഷിക GST വരുമാനം 20.14 ലക്ഷം കോടിയായി. വാർഷിക GST വരുമാനത്തിൽ രേഖപ്പെടുത്തിയത് 11.7% വർധന. പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിപണികൾ ഇന്ന് ആവേശത്തിലായിരുന്നു. റെക്കോർഡിന് തൊട്ടരികെ എത്തിയാണ് ഇന്ന് വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 74,000 മുകളിലും നിഫ്റ്റി 22,000 മുകളിലുമാണ് വ്യാപാരം ഇന്ന് അവസാനിപ്പിച്ചത്. ഇനി വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ഒരു പുതിയ റെക്കോർഡ് ഭേദിക്കാനുള്ളൊരു സൂചനയും ഇന്ന് ഓഹരി വിപണികൾ കാണിക്കുന്നുണ്ട്. ഇന്ന് വിപണിയിലെ ക്ലോസിംഗ് നോക്കിയാൽ 135 പോയിന്റ് ഉയർന്ന് 22,462 ദേശീയ ഓഹരി വിപണി ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്ന് വളരെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതേപോലെ തന്നെ ബോംബെ ഓഹരി സൂചിക നോക്കിക്കഴിഞ്ഞാൽ 363 പോയിന്റ് ഉയർന്ന് 74,014 എന്ന നിലയിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. നമ്മോടൊപ്പം ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. എന്തായാലും ഗുഡ് ഈവനിങ് എന്ന് തന്നെ പറയാവുന്ന ഒരു കണ്ടീഷനായിരുന്നു ഇന്ന് വിപണിയിൽ. വളരെ ആവേശമായിരുന്നു. ഓട്ടോ മേഖല ഒഴികെ ബാക്കി എല്ലാ മേഖലകളിലും നേട്ടം കണ്ടു. ഈ ഒരു ട്രെൻഡ് ഇങ്ങനെയായിരിക്കുമോ കുറച്ചുനാൾ? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. ഇന്ന് മാർക്കറ്റ് ഉയർന്ന് ഓപ്പൺ ചെയ്ത് ആ നിലവാരം തന്നെ പുലർത്തിപ്പോയി. ഇന്ന് വളരെ ചെറിയൊരു റേഞ്ച്, നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള 100 പോയിന്റിന്റെ ഒരു റേഞ്ചിനുള്ളിലുള്ള ഒരു മൂവ്മെന്റ് മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ 135 പോയിന്റ് ഉയർന്ന് ക്ലോസ് ചെയ്യുകയായിരുന്നു. പ്രധാനമായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇൻഡെക്സിനേക്കാൾ ഉപരി പല സെക്ടറുകളിലും കാര്യമായിട്ടുള്ള കയറ്റം ഉണ്ടായി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള കമ്പനികൾ 4 മുതൽ 8% വരെ ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. റെയിൽവേ സ്റ്റോക്കുകൾ 3 മുതൽ 4% വരെ ഉയർന്നാണ്. അതുപോലെ തന്നെ ഷുഗർ കമ്പനികൾ നല്ല ഉയർച്ച 4 മുതൽ 9% വരെ ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇങ്ങനെ പല സെക്ടറുകളിലും സ്റ്റീൽ കമ്പനികളിൽ നല്ല ഉയർച്ച കണ്ടു. ഇങ്ങനെ പല സെക്ടറുകളിലും വളരെ നല്ല രീതിയിൽ ഇന്ന് പെർഫോം ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, മുന്നോട്ട് പോകുമ്പോൾ ഈ നിലവാരം ഇപ്പോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ട്രെൻഡ് ഏതാനും ദിവസങ്ങളും കൂടി കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ പുതിയൊരു ഫ്യൂച്ചർ ഓപ്പൺ ചെയ്തിരിക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അടുത്ത ഒരാഴ്ച എങ്കിലും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. വെള്ളിയാഴ്ച നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ വരാനുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും വെള്ളിയാഴ്ച RBIയുടെ ധനനയം വരാനിരിക്കുന്നു. മറ്റു ചില ഘടകങ്ങളുമുണ്ട്. വിപണി എങ്ങനെ പോകുമെന്ന് നോക്കിക്കാണാം. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കിട്ടിയത് തുടരും. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.